പൊടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ ഉച്ചയ്ക്കുള്ള ലഞ്ച് കോംബോയിൽ ഉള്ള ഉപ്പേരി മെഴുക്കുവരട്ടി നല്ല നാടൻ പയർ കുറച്ച് കിട്ടിയിരുന്നു. അപ്പോൾ അതൊന്ന് ഞങ്ങളെങ്ങനെയാണ് വെക്കണേന്ന് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. നന്നായിട്ട് നുറുക്കി വെള്ളത്തിലിട്ട് വെച്ചേക്കണം. ഇനി നമുക്കിത് ചീനച്ചട്ടിയിലേക്ക് വാരിയിടാം. നല്ലോണം കഴുകി വാരി നല്ല പയറാണ്. ഈ പയറിൽ നല്ലോണം ഒടിക്കാനുണ്ടായിരുന്നു. അത് കാരണം നമ്മുടെ മെഴുക്കുവരട്ടി നന്നാവും. സാധാരണ നാടൻ പയർ വാങ്ങിക്കുമ്പോൾ അപ്പടി പൊളിയനായിട്ട് ഉള്ള പയറാണ് കിട്ടാറ്. ഇത് പക്ഷേ നല്ല സൂപ്പർ പയറാണ് കേട്ടോ കിട്ടിയിട്ടുണ്ട്. പയറെല്ലാം കഴുകി വാരിയിട്ടു. ഇനി അതിലേക്ക് അല്പം ഉപ്പ്, പാകത്തിന് ഉപ്പ്, ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഓപ്ഷനിലാണ്, ചേർത്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല, അല്പം ചേർത്തിരിക്കുന്നു. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിൽ കടു വറുക്കണമൊന്നും ചെയ്യുന്നില്ല, വറുത്തിടുക അങ്ങനെയൊന്നും ചെയ്യണില്ല. ഇത് ഇനി ഒരു 6 പച്ചമുളക്. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. അതും കൂടെ നമുക്കിതിലേക്ക് നുറുക്കി ചേർക്കാം. ഒട്ടും എരിവില്ല, കാണുന്ന വലിപ്പം മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ നീളത്തിൽ തന്നെയാണ് കേട്ടോ കീറിയിടണേ. നിങ്ങൾ വേണമെങ്കിൽ ചെറുതായിട്ട് കീറിയിട്ടുള്ളൂ. ഇതിലേക്ക് ഒരു ഗ്ലാസ് വേണ്ട, ഒരു 1/4 ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി. വെള്ളം എപ്പോഴും അല്പം വെള്ളം ചേർക്കാൻ പാടുള്ളൂ. പയറിൻ്റെ താഴെയായിട്ട് നിൽക്കണം. പയർ വേഗം വേവും. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചു, ചീനച്ചട്ടി അടച്ച് വെച്ചു. നന്നായിട്ട് അടച്ചു വയ്ക്കാം. ഫ്ലെയിം ഫുള്ളിൽ തന്നെ ഇട്ടോളൂ. നന്നായിട്ട് തിളക്കട്ടെ. എൻ്റെ പയറുപ്പേരിയിൽ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട്. ഫുള്ളിലായിരുന്നു ഫ്ലെയിം ഇട്ടിരുന്നത്. അടിപൊളിയായിട്ട് വെള്ളമൊക്കെ വറ്റി പയറൊക്കെ നല്ലോണം വെന്തു. 1 കിലോ നാടൻ പയർ നുറുക്കി ഉപ്പേരി വെച്ചിരിക്കുന്നതാണിത്. എൻ്റെ ഇപ്പോൾ നോക്കൂ എത്രയുണ്ടെന്ന്. ഇനി നമുക്ക് നല്ല ശുദ്ധമായിട്ടുള്ള നല്ല പച്ച വെളിച്ചെണ്ണ ഇതിൽ ഒഴിച്ച് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ തന്നെയാണ് നമ്മളുടെ പയറുപ്പേരിയുടെ ഒരു ഹൈലൈറ്റ്. അങ്ങനെ ടേസ്റ്റ് എടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ കൂടുതലായിരിക്കണം കേട്ടോ. ഈ പൊരി മാത്രം മതി നമുക്ക് പയറ് നിറച്ച് ചോറിനാനായിട്ട്. ഫുള്ളിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വലിയട്ടെ. നന്നായിട്ടൊന്ന് വലിയണം. ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകണം. ഇളക്കിക്കൊണ്ട് പിടിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഒരു 2 മിനിറ്റ് നമ്മുടെ മെഴുക്കുവരട്ടി നാടൻ പയറുപ്പേരി നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട്. ചോറിനോ കഞ്ഞിക്കോ എന്തിനു വേണമെങ്കിലും നമുക്ക് ദോശക്കായാലും ചപ്പാത്തിക്കായാലും ഒക്കെ ഇത് കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. നിങ്ങളെങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് പറയണം കേട്ടോ. ഞങ്ങൾ ഇവിടെ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് നമ്മുടെ ഈ പൊടിക്കൈ എന്നുള്ള ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.
വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു വീഡിയോ.